ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കല്യാണിക്ക് വീണയോട് ഒരുപാട് സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ വീണയ്ക്ക് പനി ആയതുകൊണ്ട് പനി മാറാനായിട്ട് തുണി നെറ്റിയിൽ നനച്ചിടുകയും കഴുത്തിലൊക്കെ ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഉറങ്ങിക്കിടക്കുന്ന വീണ അറിയുന്നില്ല. എന്നാൽ തുണി കഴുത്തിലേക്ക് വെച്ചപ്പോൾ വീണ അതറിയുകയും ചെയ്യുന്നുണ്ട്. വളരെ ദേഷ്യത്തോടെ തന്നെ കല്യാണിയോട് വീണ സംസാരിക്കുകയാണ്. നിത്യയും ആദ്യം അവിടേക്ക് വരുന്നു. ആരോട് ചോദിച്ചിട്ടാണ് നീ എൻ്റെ മുറിയിൽ വന്നത്? നിന്നെ ആരാടി പറഞ്ഞു വെച്ചത്? ആരോട് ചോദിച്ചിട്ടാണ് നീ എന്നെ തൊട്ടത്? എൻ്റെ മുറിയിൽ അനാവശ്യമായിട്ട് കയറാൻ പാടില്ല, ഇറങ്ങിപ്പോടി, നാശം, ഇറങ്ങിപ്പോടി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് വളരെ ദേഷ്യത്തോടെ വീണ കല്യാണിയോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് കല്യാണി മുറിക്ക് പുറത്തേക്ക് ഓടി വന്നപ്പോൾ നിത്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നിത്യ വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ് കല്യാണി. ഇത് കണ്ട് നിത്യയ്ക്കും ഒരുപാട് സങ്കടമാകുന്നുണ്ട്. കല്യാണി നിത്യയോട് പറയുന്നു, ടീച്ചർമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്? അമ്മയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലേ? അമ്മ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ലേ? ആദ്യയോട് കല്യാണിയും കൂട്ടി താഴേക്ക് പോകാൻ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, എനിക്കിനി അമ്മയെടുത്ത് ഒരിക്കലും പോവണ്ട എന്നൊക്കെ. ആദ്യ കല്യാണിയും കൂട്ടി അവിടെ നിന്ന് പോയി. നിത്യ വീണയുടെ അരികിലേക്ക് വന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇത്രയില്ലാത്തൊരു കുഞ്ഞാണ്, അതിനെ ഇങ്ങനെ വേദനിപ്പിക്കണോ? മരുന്ന് തന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? എൻ്റെ അസുഖത്തിന്റെ പേരിൽ ഇനി പുതിയതായിട്ടൊന്നും ചെയ്യണ്ട എന്നല്ലേ? പിന്നെ എന്തിനാ ആ കൊച്ചിനെ ഇങ്ങോട്ട് കയറി പറഞ്ഞു വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ നിത്യ പറയുന്നുണ്ട്, ആ കുട്ടിയെ ഞാൻ എവിടേക്കും അല്ല പറഞ്ഞു വിട്ടത്, അതിൻ്റെ അമ്മയുടെ അരികിലേക്കാ. അവൾക്ക് വലിയ ലോക വിവരമൊന്നുമില്ല. പക്ഷേ അവള് പനിച്ചു കിടക്കുമ്പോൾ, അവളുടെ അമ്മ പനിച്ചു കിടക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നറിയാം. നെറ്റിയിൽ ഒരു തുണി നനച്ചിടാൻ ഞാൻ മറന്നുപോയി, എന്നാലും അവൾ മറന്നുപോയില്ല. അതാണ് ഈ പൊക്കിൾക്കൊടിയുടെ ബന്ധം എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ നിത്യ പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ തന്നെ വെള്ളവും പാത്രവും ദൂരേക്ക് വലിച്ചെറിയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, കഴിഞ്ഞല്ലോ അതിന്റെ പുണ്യം. വീണെ, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഒരിക്കലും തട്ടി അകറ്റാൻ കഴിയാത്തൊരു ബന്ധമാണ് അവളെയും നീയും തമ്മിലുള്ളത്. നമ്മുടെ ആട്ടവും പാട്ടവും അവസാനിക്കുന്ന ഒരു ദിവസം വരും. അപ്പോഴാണ് നാം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത്, നമുക്കാരെങ്കിലും ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നത്. ആ പ്രതീക്ഷയോടെ തന്നെ ഓരോ അച്ഛനമ്മമാരും നമ്മുടെ ചിറകിനടിയിൽ വെച്ച് നടക്കുന്നത്. മതത്തിന്റെ ഉപദേശം എനിക്കൊന്നും കേൾക്കണ്ട എന്ന് വീണ പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട്, പറഞ്ഞിട്ട് പ്രയോജനമുണ്ടാകുമെന്ന് കരുതിയിട്ടല്ല, പറഞ്ഞു പോവുക, അത്രേ ഉള്ളൂ. എന്തായാലും ചെറിയൊരു സമാധാനം. അവളെ ആട്ടി പുറത്താക്കാനുള്ള ആരോഗ്യമെങ്കിലും അമ്മയ്ക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഒരിക്കൽ നീ തന്നെ ഇത് പറയും, കല്യാണി നിന്റെ മോളാണെന്ന്, ഈ ലോകത്ത് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവളാണെന്ന്. ഇത്രയും പറഞ്ഞ് നിത്യ അവിടെ നിന്ന് പോകുന്നു. അത് ശരി, അപ്പോ കല്യാണി അവൾക്കൊരു ഭാരമാണ്. എങ്ങനെയെങ്കിലും അവളെ എന്റെ തലയിൽ കെട്ടിവെക്കണം. അത് കഴിഞ്ഞാൽ അച്ഛന്റെ സ്വത്തം എഴുതി വാങ്ങിയ ഹരിയോടൊപ്പം സുഖമായിട്ട് ജീവിക്കാലോ. പക്ഷേ നീ മത്സരിക്കുന്നത് വീണയോടാണ്. നീ എന്നെ എത്ര തോൽപ്പിക്കാൻ ശ്രമിക്കുന്നോ അതിനപ്പുറം ഞാൻ നിന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ വീണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കല്യാണിയെ കാണിക്കുന്നുണ്ട്. കല്യാണിയുടെ തൊട്ടരികിലുണ്ട് ആദി. കല്യാണി വിഷമത്തോടെ ഇരിക്കുമ്പോൾ ആദി കല്യാണിയോട് പറയുന്നു, കല്യാണി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? കല്യാണിയുടെ അമ്മ എന്താ ഇങ്ങനെ ആയിപ്പോയത്? കല്യാണി തൊട്ടതിന് ബഹളം വെച്ചത് എന്തിനാ എന്നൊക്കെ സംസാരിക്കുമ്പോൾ അത് കേട്ട് നിത്യ അവിടേക്ക് വന്നു. അമ്മയ്ക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. അമ്മമാർ അങ്ങനെയല്ലല്ലോ. നിത്യാമ്മ എന്നെ സ്നേഹിക്കുന്നത് കണ്ടില്ലേ? ഞാൻ അടുത്തില്ലെങ്കിൽ നിത്യാമ്മ ഉറങ്ങില്ല. എനിക്ക് പനി വന്നാൽ നിത്യാമ്മയ്ക്ക് എന്തൊരു ടെൻഷനാണെന്നറിയോ? പനി മാറുന്നത് വരെ നിത്യാമ്മ കൂടെ ഇരിക്കും. എപ്പോഴും എൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരിക്കും. ഉറങ്ങുമ്പോഴും ഉറങ്ങാത്തപ്പോഴും ഒക്കെ നിത്യാമ്മ ഉമ്മ തരും. നിത്യാമ്മ മാത്രമല്ല, എല്ലാ അമ്മമാരും അങ്ങനെയാണെന്ന് ആദ്യം പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഞങ്ങൾ സ്കൂളിൽ അവരുടെ അമ്മമാര് അവരെ സ്നേഹിക്കുന്നതിനെ കുറിച്ചൊക്കെ എൻ്റെ കൂട്ടുകാർ പറയും. എന്ത് രസമാണെന്നറിയാവോ കേൾക്കാൻ? അവരെ കുളിപ്പിക്കുന്നതും കണ്ണ് എഴുതിപ്പിക്കുന്നതും പൊട്ട് തൊടിപ്പിക്കുന്നതും എല്ലാം അമ്മമാരാണ്. ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ കല്യാണിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ നിത്യാമ്മയോട് പറയാം എന്ന് ആദി പറയുന്നു. വേണ്ട ആദി, നിത്യാമ്മ ആദിയുടെ അമ്മയല്ലേ, അമ്മ എന്നെ ചീത്ത പറയും. എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. ഞാൻ കുറച്ച് മുന്നേ അമ്മയെ തൊട്ട് നോക്കിയില്ലേ, എന്തൊരു സുഖമാണെന്നറിയോ അമ്മയെ തൊടുമ്പോൾ? എന്താ എനിക്ക് അമ്മയെ തൊടുമ്പോൾ അങ്ങനെ തോന്നുന്നത് എന്നൊക്കെ കല്യാണി? അതെനിക്ക് അറിയില്ല. ഇന്നാളെ മിസ് ക്ലാസ്സിലൊരു കഥ പറഞ്ഞില്ലായിരുന്നോ? ഒരമ്മയുടെയും കുഞ്ഞിൻ്റെയും. അമ്മയും കുഞ്ഞും എത്രയോ കാലം കാണാതിരുന്നാലും പിന്നെ ഏത് രൂപത്തിൽ കണ്ടാലും തിരിച്ചറിയും എന്നൊക്കെയല്ലേ? കല്യാണി വിഷമിക്കേണ്ട, കുറെ നാൾ കഴിയുമ്പോൾ കല്യാണിയുടെ അമ്മയുടെ ദേഷ്യം മാറിക്കോളും. എന്നിട്ട് ചിലപ്പോൾ അമ്മ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങുമെന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതെന്ത് രസമായിരിക്കും അല്ലേ? പാവമോള്, അവളുടെ അമ്മയെ അവൾ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവൾക്കത് കൊടുത്തേ പറ്റൂ. എന്നിട്ട് എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയും വേണം എന്നൊക്കെ നിത്യ ആലോചിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് അമ്മാവൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഹരി കാറ് കഴുകുകയായിരുന്നു. ഒരു സമ്മാന കൂപ്പൺ അടിച്ചിരിക്കുകയാണ് അമ്മാവനെ. അത് പത്രത്തിൽ നോക്കി ആ നമ്പർ ഉറപ്പു വരുത്തുന്നുണ്ട്. ഹരിയെ അവിടേക്ക് വിളിച്ചു. പത്രത്തിൽ എന്തെങ്കിലും വാർത്തയാണെങ്കിലേ ഞാൻ അരിച്ചു പെറുക്കി നോക്കിയതാണ് എന്ന് ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട്, നീ അരിച്ചാൽ കിട്ടുന്ന വാർത്തയല്ല ഇത്, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ഹരി അമ്മാവന്റെ അരികിലേക്ക് വന്നു.
അവിടെ ഒരു കപ്പിൾസിന് വേണ്ടി നറുക്കെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു. നിന്റെയും നിത്യയുടെയും പേര് ഞാൻ അവിടെ എഴുതിയിട്ടിരുന്നു. അതിന്റെ കൂപ്പണാണ് ഇത്. ഹരി പറയുന്നു, ഇവിടെ തീ പിടിച്ച പ്രശ്നം നടക്കുന്ന സമയത്ത് ഈ ഭാഗ്യക്കുറിക്കും കൂപ്പണിനൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത്? എന്നാലേ ഞാൻ നിർബന്ധിച്ച് അങ്ങോട്ട് പോയി വാങ്ങിച്ചതൊന്നുമല്ല. സാധനം എടുത്തപ്പോൾ അവരെനിക്കൊരു കൂപ്പൺ തന്നു, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു, ആ ശരി, കൂപ്പൺ എടുത്തു കൊണ്ടുവന്നു, അതോടെ അവസാനിച്ചല്ലോ. എടാ, പ്രത്യേകിച്ച് ഒരു വിഷയമില്ലെങ്കിലേ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിക്കില്ലായിരുന്നല്ലോ. 4 പേർക്കാ സമ്മാനം അടിച്ചിരിക്കുന്നത്. അതിലെ ഒരെണ്ണം നിനക്കാ. നീ ഇങ്ങോട്ട് നോക്കിയേ. നമ്പർ കാട്ടിക്കൊടുക്കുന്നു. അതേ നമ്പർ തന്നെയാണ് ന്യൂസ് പേപ്പറിലുമുള്ളത്. ഇത് ശരിയാണല്ലോ എന്ന് ഹരി. കാര്യപ്പെട്ട എന്തെങ്കിലും സമ്മാനമായിരിക്കും എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു, ഇതിപ്പോൾ ഞാൻ വാങ്ങാൻ പോകണമായിരിക്കും, അതിന് എനിക്ക് വേണ്ടെന്ന് പറയുന്നു. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ ആ നമ്പറിലേക്ക് അമ്മാവൻ വിളിച്ചു നോക്കുന്നു. ഇവിടെ വിജയികളായ ദമ്പതികൾ തന്നെ സമ്മാനം വാങ്ങാൻ വരണം, അതും ഇന്നത്തെ ഫംഗ്ഷനിൽ പങ്കെടുക്കുകയും വേണം എന്ന് അയാൾ പറയുന്നുണ്ട്. ദമ്പതികളെ നിങ്ങൾ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ സമ്മാനം എനിക്ക് കൈപ്പറ്റാൻ പറ്റുമോ എന്ന് അമ്മാവൻ ചോദിക്കുന്നു. ഇത് വീണ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. സമ്മാനം അടിച്ചിരിക്കുന്ന കപ്പിൾസ് ആരാണോ അവരാണ് വരേണ്ടതെന്ന്, വരേണ്ട സമയവും സ്ഥലവും കുറച്ച് കഴിയുമ്പോൾ വിളിച്ച് പറയാമെന്നും അയാൾ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അമ്മാവൻ ഫോൺ വെച്ചു. എടാ, അവർ പറയുന്നത് നിങ്ങൾ 2 പേരും കൂടി ചെന്ന് സമ്മാനം വാങ്ങണമെന്നാ എന്ന് അമ്മാവൻ ഹരിയോട് പറയുമ്പോൾ തന്നെ ഹരി പറയുന്നുണ്ട്, എനിക്ക് വയ്യ. ഈ കാര്യം നിത്യയോട് ചെന്ന് പറഞ്ഞാലേ ഒരിക്കലും നടക്കില്ല. എന്നെ പറഞ്ഞാൽ എങ്ങനെയാ ഒരു ഭാഗ്യം വന്നാൽ അത് പുറംകാല് വെച്ച് തട്ടാൻ പറ്റുമോ? എന്നെ അമ്മാവൻ, അമ്മാവൻ വേണമെങ്കിൽ പോയി വാങ്ങിച്ചോ. നിത്യ പോകാൻ റെഡിയാണെങ്കിൽ ഞാനും കൂടി പോകാം എന്ന് ഹരി. എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് അമ്മാവനും പറയുന്നു. ഹരി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. വീണ ഒരു പ്ലാൻ ഒപ്പിക്കുകയാണ്. ഹരിയെയും നിത്യയും കൊടുക്കുന്ന ഒരു പ്ലാൻ തന്നെയാണത്. ആരെയോ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു സംശയം തോന്നരുത്, താൻ നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം, ആ കഴിവ് ഇവിടെ കാണിക്കണം എന്നും വീണ പറയുന്നു. തുടർന്ന് ഹോളിൽ ഇരിക്കുകയായിരുന്നു അമ്മാവൻ. അമ്മാവന്റെ ഫോണിലേക്ക് നേരത്തെ വിളിച്ച ജിത്ത്, അതായത് വീണ ഏർപ്പാടാക്കിയ അയാൾ വിളിക്കുന്നുണ്ട്. സമ്മാനത്തിന്റെ കാര്യമൊക്കെ ഞാനാണ് നോക്കുന്നത്, നിങ്ങൾ സമ്മാനം വാങ്ങാൻ എത്തുമല്ലോ അല്ലേ എന്നൊക്കെ ജിത്ത് എന്നാൾ പറയുന്നുണ്ട് അമ്മാവനോട് ഫോണിലൂടെ. ഹോട്ടലിന്റെ പേര് മാറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ഹരിയും നിത്യയും റെഡിയായി വന്നിരിക്കുകയായിരുന്നു അവിടേക്ക് പോകാനായിട്ട്. എന്നാൽ ഹോട്ടലിലേക്ക് പോകാനായിട്ടല്ലായിരുന്നു അവർ വരുന്നത്. നിത്യ സ്കൂളിലേക്ക് പോകാനും ഹരിയുടെ ഡ്യൂട്ടിക്ക് പോകാനും തന്നെ, ഓഫീസിലേക്ക് പോകാനുമായിരുന്നു വന്നത്. അപ്പോഴാണ് അമ്മാവൻ പറയുന്നത്, മോളെ, ഇന്ന് മോളുടെ സ്കൂളിൽ കുറച്ച് ലേറ്റായി പോയാൽ മതിയോ? മോൾക്കൊരു സമ്മാന കൂപ്പൺ അടിച്ചിരുന്നു. ആർക്കെ ഏജൻസിയിൽ, അത് അവിടെയാണ് വിഷുവിനോടനുബന്ധിച്ച് ഒരു നറുക്കെടുപ്പ് നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം അമ്മാവൻ അവിടേക്ക് പോയ ഒരു ഗ്രൈൻഡർ വാങ്ങിച്ചിരുന്നു. അവിടുത്തെ ആ സ്ലിപ്പിൽ നമ്മുടെ പേരാണ് എഴുതിയിരുന്നത്. ഇന്ന് ആ സമ്മാനം അടിച്ചത് നമുക്കാണെന്നൊക്കെ ഹരി. 9:30 എത്തണം, ഒന്ന് രജിസ്റ്റർ ചെയ്യണം, 10 മണിക്ക് സമ്മാനവും കിട്ടും. അത് കഴിഞ്ഞ് മോൾക്ക് സ്കൂളിൽ പോകാം എന്ന് അമ്മാവൻ പറയുന്നു. നിത്യ ഹരിയെ നോക്കുമ്പോൾ ഹരി പറയുന്നു, ഇതിൽ എൻ്റെ താല്പര്യക്കുറവ് ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു. ഇനി തനിക്ക് എന്താ പറയേണ്ടത് എന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ക്ലാസ്സിൽ ലേറ്റായി ചെല്ലാൻ അത് ശരിയാകില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, മോളെന്ന് വിളിച്ചു പറയേ, 1/2 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് മോളെ ഹരി സ്കൂളിലേക്ക് കൊണ്ടുവിടും. ഞാൻ നിങ്ങൾ അവിടെ ചെല്ലുമെന്ന് വാക്ക് പറഞ്ഞു പോയി, അതുകൊണ്ടാ. അവർ ഇന്ന് തന്നെ നേരം വെളുത്ത് 2-3 പ്രാവശ്യം വിളിച്ചു എന്നൊക്കെ അമ്മാവൻ പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഹരി അമ്മാവനെയും നിത്യയും നോക്കുന്നുണ്ടായിരുന്നു. നീ ഒന്ന് പോകാന്ന് പറഞ്ഞാൽ മോള് കൂടെ വന്നോളും എന്ന് അമ്മാവൻ. വേണമെങ്കിൽ പോകാമെന്ന് ഹരി. മോളെ, അതൊന്ന് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പൊക്കോ, പറ്റുമെങ്കിൽ ഒന്ന് പോയിട്ട് വാ എന്നൊക്കെ അമ്മാവൻ പറയുമ്പോൾ നിത്യ പറയുന്നു, നമുക്ക് പോകാം ഹരി, അമ്മാവന് വിഷമമാകണ്ട. അങ്ങനെ ഇപ്പോൾ 2 പേരും കൂടി അവിടേക്ക് ചെല്ലുകയാണ്. കൂപ്പൺ എടുക്കാതെയാണ് പോയത്. കൂപ്പൺ എടുത്തുകൊണ്ട് അമ്മാവൻ അവരുടെ പിറകെ ഓടുന്നു. അങ്ങനെ ഇപ്പോൾ ആ കൂപ്പൺ അമ്മാവൻ നിത്യയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. 2 പേരും കാറിൽ അവിടുന്ന് പോകുന്നു. ജീവൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ 2 പേരും കാറിൽ പോയി കഴിഞ്ഞു. സ്കൂട്ടറിൽ ജീവനും അവരുടെ പിറകെ പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ് വീണ. പുറപ്പെട്ട ഉടൻ തന്നെ ജിത്തു എന്ന ആളെ വിളിച്ച് പറയുകയാണ് വീണ. എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതിയെന്നും വീണ അയാളോട് പറയുന്നുണ്ട്. എന്നാൽ ഹരിയും നിത്യയും പോയിക്കൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് അവരുടെ കാറിന് മുന്നിൽ വണ്ടി കൊണ്ട് നിർത്തുകയാണ് ജീവൻ. അങ്ങനെ നിർത്തിയപ്പോൾ തന്നെ ഒന്ന് ടെൻഷൻ ആവുകയാണ് നിത്യ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.